അത്തോളിക്കാവ് ശിവക്ഷേത്ര പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളുടെ ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഉത്സവാഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയത്. 3 ദിവസങ്ങളിലായി നടത്തിയ അത്തോളിക്കാവ് ശിവരാത്രി മഹോത്സവം സമാപിച്ചു. ആചാരങ്ങളിൽ പങ്കെടുക്കാനും കലാപരിപാടികൾ ആസ്വദിക്കാനും നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് എത്തിയത്. ആദ്യ ദിവസം സർവേശ്വര പൂജയും ദീപാരാധനയും നടത്തി. 2ാം ദിവസം ആധ്യാത്മിക പ്രഭാഷണവും കലാപരിപാടികളും ഉണ്ടായിരുന്നു. ശിവരാത്രി ദിവസമായിരുന്നു സമാപനം. ഇത്തവണത്തെ ഉത്സവം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായതായി ക്ഷേത്ര പരിപാലന സമിതി പ്രസിഡന്റ് KM രാജൻ പറഞ്ഞു. തേക്ക് മരം ഈ ക്ഷേത്രമുറ്റത്ത് എത്തിയിരിക്കുകയാണ്. ഇനി അതിൻ്റെ മറ്റ് പരിപാടികളിലേക്ക് എണ്ണത്തോണിയിലിടുന്ന 6 മാസത്തോളം എണ്ണത്തോണിയിലിടുന്ന ഇത് ചടങ്ങുണ്ട്. അതിനുശേഷം കൊടിയേറ്റം തീരുമാനിക്കാനുണ്ട്. ഈ ചടങ്ങുകളൊക്കെ ഈ നാട്ടിലെ ഭക്തജനങ്ങൾ ഓരോ കാര്യങ്ങളും പ്രത്യേകം പറയാനുള്ളത്, ഈ കൊടിയേറ്റം കൊടിമര ജാഥ വരുന്ന ദിവസം ഘോഷയാത്ര, കൊടിമര ഘോഷയാത്ര ഈ നാട്ടിലെ ജനങ്ങൾ, അതിൻ്റെ താലപ്പൊലിയിലൊക്കെ ഈ നാട്ടിലെ മാതൃസമിതി, വിവിധ ക്ഷേത്രങ്ങളിലെ മാതൃസമിതിയൊക്കെ അത് ഏറ്റെടുക്കുക. ശിവരാത്രി ദിവസം അത്തോളിക്കാവ് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന അഖണ്ഡനാമ ജപത്താൽ ക്ഷേത്രാങ്കണം ഭക്തിസാന്ദ്രമായി. വിജയന്മാരാരുടെ നേതൃത്വത്തിൽ മേളവും ഉണ്ടായിരുന്നു. ബ്രഹ്മശ്രീ തരണനല്ലൂർ പത്മനാഭനുണ്ണിയാണ് ക്ഷേത്രം തന്ത്രി. സെക്രട്ടറി KM രവീന്ദ്രൻ, ട്രഷറർ അരവിന്ദാക്ഷൻ കുനിയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ACV ന്യൂസ്, കോഴിക്കോട്.